രാജ്യത്തെ സേവിക്കുന്ന ഒരു സൈനികന്റെ ജീവൻ രക്ഷിക്കുന്നതിനിടെ സ്വന്തം വലതു കൈ നഷ്ടപ്പെട്ടു. വീട്ടുകാർ ഉൾപ്പെടെ തള്ളിപ്പറഞ്ഞപ്പോൾ ആ മലയാളി സൈനികൻ ജ്യോതി എന്ന പെൺകുട്ടിയെ നെഞ്ചോട് ചേർത്തു. രാജ്യസ്നേഹം നെഞ്ചിലേറ്റിയ സൈനികന്റെ ഭാര്യയായി ഛത്തീസ്ഗഡിൽ നിന്ന് കേരളത്തിന്റെ മരുമകളായി ജ്യോതി എത്തി. നാടും വീടും പേരും അറിയാത്ത ഒരാൾക്കായി സ്വന്തം ജീവിതം തുലച്ച ജ്യോതിക്ക് ഇന്ന് സന്തോഷം മാത്രമാണ് ജീവിതത്തിലുള്ളത്. ഇത് ജ്യോതിയുടെയും സൈനികന്റെയും ജീവിതത്തിലെ 13ാമത്തെ വർഷം. സംഭവങ്ങളുടെ എല്ലാം തുടക്കം 2010 ജനുവരി 3-നാണ്. ഛത്തീസ്ഗഡ് ദുർഗിലെ മൈത്രി കോളേജിലെ BSc നഴ്സിംഗ് വിദ്യാർത്ഥിനിയായ ജ്യോതി ഹോസ്റ്റലിൽ നിന്ന് ബച്ചലിയിലെ തന്റെ വീട്ടിലേക്ക് പോകാനാണ് ബസ്സിൽ യാത്ര തിരിച്ചത്. അതേ ബസ്സിലെ സഹയാത്രികനായിരുന്നു CISF ജവാനായിരുന്ന പാലക്കാട് സ്വദേശി വികാസ്. ഛത്തീസ്ഗഡിലെ തന്നെ മറ്റൊരു ക്യാമ്പിലായിരുന്ന സഹോദരൻ വിശാലിനെ കണ്ട് ദണ്ഡേവാഡ ജില്ലയിലെ ബലാഡിയിലെ സ്വന്തം ജോലി സ്ഥലത്തേക്ക് മടങ്ങുകയായിരുന്നു അദ്ദേഹം. ബസിന്റെ വിൻഡോ സീറ്റിന്റെ ജനൽപ്പാളിൽ തലചായ്ച്ച നല്ല ഉറക്കത്തിലായിരുന്നു വികാസ്. വളരെ പെട്ടെന്നാണ് എതിർവശത്ത് നിന്ന് വന്ന ട്രാക്ടർ നിയന്ത്രണം വിട്ട് ബസ്സിന് നേർക്ക് വരുന്നത്. യാത്രക്കാർ കണ്ണടച്ചു തുറക്കും മുന്നേ ബസ് മറിഞ്ഞു. ഉറങ്ങുകയായിരുന്ന വികാസ് ഒഴികെ മറ്റെല്ലാവരും ഒരു വശത്തേക്ക് ചരിഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. മരണം മീറ്ററുകൾക്കപ്പുറം എത്തി നിൽക്കുകയായിരുന്നു വികാസിന്. പക്ഷെ ദൈവത്തിന്റെ ആ കൈ വികാസിനെ മരണത്തിന് വിട്ടുകൊടുത്തില്ല. വികാസിന് തൊട്ടുപിറകിലിരുന്ന ജ്യോതിയുടേതായിരുന്നു ആ കൈകൾ. മറ്റു യാത്രക്കാരെല്ലാം പ്രാണരക്ഷാർത്ഥം ഓടി മാറിയപ്പോൾ ഉറക്കത്തിലായിരുന്ന വികാസിന് സംഭവിക്കാവുന്ന അപകടം മനസ്സിലാക്കിയ ജ്യോതി തന്റെ വലതുകൈ ഉപയോഗിച്ച് വികാസിന്റെ തല പിടിച്ചു മാറ്റുകയായിരുന്നു. ഞെട്ടി ഉണർന്ന വികാസ് കാണുന്നത് കൈപ്പത്തിയേറ്റ ചോരയിൽ കുളിച്ചു കിടക്കുന്ന ജ്യോതിയെയാണ്. അപകടമുണ്ടായി എന്നല്ലാതെ മറ്റൊന്നിനും വികാസിന് മനസ്സിലായിരുന്നില്ല. യാത്രക്കാരൊക്കെ പതിവ് പോലെ ഡ്രൈവറെ കുറ്റപ്പെടുത്തുന്നു. ആരും സഹായിക്കാൻ മുതിർന്നില്ല. തന്നെ രക്ഷിക്കാൻ ശ്രമിച്ചാണ് ജ്യോതിയുടെ കൈ നഷ്ടമായത് എന്ന് കുറച്ചു വൈകിയാണ് വികാസ് മനസ്സിലാക്കിയത്. തന്റെ ജീവൻ രക്ഷിച്ച പെൺകുട്ടിക്ക് അതുമൂലം കൈ നഷ്ടമായി എന്നുകൂടി അറിഞ്ഞതോടെ അവരെ എങ്ങനെയും രക്ഷിക്കണമെന്ന് വികാസ് മനസ്സിൽ കുറിച്ചു. സമീപത്തെ ഹോസ്പിറ്റലിൽ വിദഗ്ധ ചികിത്സ ഇല്ലാത്തതിനാൽ ഉടനെ തന്നെ മുറിഞ്ഞുപോയ കൈപ്പത്തിയുമായി ബിലാസ്പൂരിലെ അപ്പോളോ ആശുപത്രിയിലും പിന്നീട് റായ്പൂരിലെ രാമകൃഷ്ണ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയിലും ഒക്കെ എത്തിച്ചെങ്കിലും നിരാശയായിരുന്നു ഫലം. തുന്നിച്ചേർക്കാനാകാത്ത വിധം കൈപ്പത്തി വേർപെട്ടുവെന്ന് ഡോക്ടർമാർ അറിയിച്ചു. വിവരം അറിഞ്ഞ് ആശുപത്രിയിലെത്തിയ സഹോദരൻ വിശാൽ തന്റെ കൈപ്പത്തി വരെ ജ്യോതിക്ക് നൽകാൻ തയ്യാറായി. പക്ഷെ അത് നടക്കില്ല എന്ന് മാത്രമല്ല, അങ്ങനെ ചെയ്യുന്നത് പഴുപ്പുണ്ടാകും എന്നല്ലാതെ യാതൊരു ഗുണവും ചെയ്യില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞതോടെ വികാസ് ആകെ തകർന്നു. ഇതിനിടയിലെ ജ്യോതിയുടെ വീട്ടുകാരുടെ പ്രതികരണം അത് വളരെ ക്രൂരമായിരുന്നു. പരിചയമില്ലാത്ത ഒരാൾക്ക് വേണ്ടി സ്വന്തം കൈപ്പത്തി കളഞ്ഞ ജ്യോതിയെ അവർ കുറ്റപ്പെടുത്തി. ചികിത്സയുടെ അവസാന നാളുകളിൽ മാത്രമാണ് അവർ ജ്യോതിയെ കാണാൻ ആശുപത്രിയിൽ എത്തിയത് പോലും. എന്റെ വലത് കൈക്കാൾ വലുതല്ലേ ഒരു ജീവൻ എന്ന് പറഞ്ഞ ജ്യോതിയുടെ മറുപടി വികാസിനെ ജ്യോതിയുടെ തന്റെ ജീവിതത്തിൽ ഒപ്പം കൂട്ടുക എന്ന തീരുമാനത്തിൽ എത്തിച്ചു. സിമ്പതി കാരണം വികാസ് പറയുന്നതാണെന്നാണ് ആദ്യം ജ്യോതി കരുതിയത്. വിവാഹത്തിനെ ആദ്യം ജ്യോതി എതിർത്തോടെ വികാസിന്റെ ഇഷ്ടത്തിന് വഴങ്ങുകയായിരുന്നു. തന്റെ ജീവൻ രക്ഷിക്കാൻ കൈപ്പത്തി കളഞ്ഞവളെ കൈപ്പിടിച്ച് സ്വന്തം നെഞ്ചോട് ചേർക്കുകയായിരുന്നു വികാസ്. ഏപ്രിൽ 13 ഏപ്രിൽ 13 പാലക്കാട് കൊടുമ്പ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ വെച്ച് രണ്ടുപേരും വിവാഹിതരായി. 2 മക്കളുണ്ട് ഈ ദമ്പതികൾക്ക്. BJP എന്ന പ്രസ്ഥാനത്തോടും നേതാക്കളോടുമൊക്കെ കടുത്ത ആരാധനയാണ് ജ്യോതിക്ക്. ആദ്യ വോട്ട് മുതൽ ഇതുവരെ ചെയ്തത് NDAക്കാണെന്ന് ജ്യോതി പറയുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടുള്ള ആരാധനയും അദ്ദേഹത്തിന്റെ ജനക്ഷേമ പദ്ധതികളുമാണ് BJPയിലേക്ക് കൂടുതൽ അടുപ്പിച്ചത്. ന്യൂസ് ഡെസ്ക് കർമാനസ്.